ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ വ്യവസായങ്ങൾ, ഇന്ത്യയിലെ ധാതുക്കൾ, എല്ലാം നമ്മൾ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു തീർന്നു. അതുപോലെ ധാതു അധിഷ്ഠിത വ്യവസായത്തിൽ ഇരുമ്പുരുക്ക് വ്യവസായത്തിനെ, അതുപോലെ തന്നെ നമ്മൾ അടുത്ത് പറഞ്ഞതിനെ കുറിച്ചിട്ടായിരുന്നു, മാംഗനീസിനെയും കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു തീർത്തിട്ടുള്ളൂ. അതുപോലെ ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ തന്നെ നമ്മൾ ഇരുമ്പ് അയിര് നിക്ഷേപണ കേന്ദ്രങ്ങളെ കുറിച്ച് പറഞ്ഞു, പ്രധാന ഇരുമ്പുരുക്ക് ശാലകളെ കുറിച്ച് പറഞ്ഞു, അത് വരാൻ സഹായിച്ച രാജ്യങ്ങളുടെ പേരുകളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ രണ്ടാമത് പ്രധാനമായി ഇമ്പോർട്ടൻ്റ് ആയ ഒരു ധാതു തന്നെയാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബോക്സൈറ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ അയിരാണ്? ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലുമിനിയത്തിൻ്റെ അയിരാണ് അല്ലേ? അപ്പോൾ അതെല്ലാവർക്കും അറിയാം. ബോക്സൈറ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ അയിരാണ്? ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലുമിനിയത്തിൻ്റെ അയിരാണ്. ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവയാണ് ബോക്സൈറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ. അപ്പോൾ ഏത് സംസ്ഥാനങ്ങളാണ് ബോക്സൈറ്റ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്? ഗുജറാത്തിലും മധ്യപ്രദേശിലുമാണ്. ഇനി അവയല്ലാതെ ബാക്കിയുള്ള ഏറ്റവും കൂടുതലാണ് നമ്മൾ പറഞ്ഞ ഗുജറാത്ത്, മധ്യപ്രദേശിന്. അതുകൂടാതെ ഒഡീഷ, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, ഗോവ, അതുപോലെ നമ്മുടെ കേരളത്തിലും ബോക്സൈറ്റ് ലഭിക്കുന്നുണ്ട്. ഉൽപ്പാദിപ്പിക്കുന്നതിന് മുൻപന്തിയിലുള്ളത് ഗുജറാത്തും മധ്യപ്രദേശുമാണ്. എന്തിനാണ് വീണ്ടും ഈ പേരെടുത്ത് പറയുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ അത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക് ആയതുകൊണ്ടുമാണ് അത് വീണ്ടും പറയാൻ കാരണം. ഉപദ്വീപീയ ഇന്ത്യയിലെ പീഠഭൂമി പ്രദേശങ്ങളിലും അതുപോലെ മലനിരകളിലും തീരപ്രദേശങ്ങളിലും ലാറ്ററൈറ്റ് ശിലകളിലും ഈ എന്ത് കാണപ്പെടുന്നു? തീരപ്രദേശങ്ങളിലുള്ള ലാറ്ററൈറ്റ് ശിലകളിലും ബോക്സൈറ്റ് കാണപ്പെടുന്നു. ഈ ബോക്സൈറ്റ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് തൃതീയ നിക്ഷേപങ്ങളിലാണ്. എവിടെയാണ്? തൃതീയ നിക്ഷേപങ്ങളിലാണ് പ്രധാനമായിട്ടും ബോക്സൈറ്റ് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ, ബോക്സൈറ്റ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗുജറാത്ത്, മധ്യപ്രദേശൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ ബോക്സൈറ്റ് നിക്ഷേപത്തിലും ഒന്നാം സ്ഥാനമുള്ള, അല്ലെങ്കിൽ നിക്ഷേപം വളരെ കൂടുതലുള്ള സംസ്ഥാനമാണ് ഒഡീഷ എന്ന് പറയുന്നത്. ബോക്സൈറ്റ് വളരെ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. അതുപോലെ ബോക്സൈറ്റ് നിക്ഷേപമുള്ള മറ്റ് സംസ്ഥാനങ്ങളുടെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒഡീഷ ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, ഗോവ എന്നിവിടങ്ങളിലെല്ലാം എന്തുണ്ട്? ബോക്സൈറ്റ് നിക്ഷേപമുണ്ട്. ഇനി ഒഡീഷയിലെ പ്രധാന ബോക്സൈറ്റ് നിക്ഷേപ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കലഹന്ദി, സംബൽപൂർ, ബൊളാംഗീർ, കോരാപുട്ട് എന്നിവയാണ് ഒഡീഷയിലെ പ്രധാന ബോക്സൈറ്റ് നിക്ഷേപ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. ഈ ബോക്സൈറ്റ് എന്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വിമാനം, വൈദ്യുത ഉപകരണങ്ങൾ, ഗാർഹിക ഉപകരണം എന്നിവയുടെ നിർമ്മാണത്തിനെല്ലാം നമ്മൾ ഈ ബോക്സൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു അലുമിനിയത്തിൻ്റെ പ്രധാന അയിരാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അലുമിനിയം വ്യവസായത്തിനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ബോക്സൈറ്റ് ഒരുപാട് ഉപയോഗിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ അലുമിനിയം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഭാരക്കുറവ്, പിന്നെ അതിൻ്റെ ബലം, പിന്നെ അപക്ഷയ പ്രതിരോധ ശേഷി, വൈദ്യുത ചാലക ശേഷി മുതലായവ ഈ ലോഹത്തിൻ്റെ സവിശേഷതയാണ്. അപ്പോൾ അലുമിനിയത്തിൻ്റെ സവിശേഷതയാണ് എന്ത്? ഭാരക്കുറവ്, ബലം, അപക്ഷയ പ്രതിരോധ ശേഷി, വൈദ്യുത ചാലക ശേഷി എന്നിവ. അപ്പോൾ അലുമിനിയം വ്യവസായം കൂടുതലുള്ള എവിടേക്കാണെന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാൾ, ഒഡീഷ, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, കേരളം. ഇതുവരെ നമ്മൾ ബോക്സൈറ്റ് നിക്ഷേപത്തിൻ്റെ പറഞ്ഞത്. അപ്പോൾ അലുമിനിയം വ്യവസായം പ്രധാനമായി ഉള്ളതാണ് ചോദിക്കുന്നത്. പശ്ചിമ ബംഗാൾ, ഒഡീഷ, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് അലുമിനിയത്തിൻ്റെ വ്യവസായങ്ങൾ പ്രധാനമായിട്ടും ഉള്ളത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഉള്ളത് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ബോക്സൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ബോക്സൈറ്റ് നിക്ഷേപ കേന്ദ്രങ്ങളും സംസ്ഥാനങ്ങളും കൂടി പറയണം. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ, മധ്യപ്രദേശിലെ മാണ്ഡില, ഷാക്ഡോർ, ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം, ജാർഖണ്ഡിലെ റാഞ്ചി, മഹാരാഷ്ട്രയിലെ രത്നഗിരി, റായ്ഗഡ്, ഒഡീഷയിലെ സാമ്പൽപൂർ, കാലാഹന്ദി, ബോളാഗീർ, കോരാപുട്ട്, അതുപോലെ ഗോവയിലെ സാൻക്യൂന്, തമിഴ്നാട്ടിലെ സേലം, മധുര, നീലഗിരി, കർണാടകയിലെ ബൽഗാം, ഗുജറാത്തിലെ ജാംനഗർ, സൂറത്ത്. ഇവയാണ് പ്രധാന ബോക്സൈറ്റ് നിക്ഷേപ കേന്ദ്രങ്ങളും. അത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാലും നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. പ്രധാന ചെമ്പ് നിക്ഷേപണ കേന്ദ്രങ്ങളും സംസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്.
അപ്പൊ ചെമ്പ് നമ്മൾ പ്രധാനമായിട്ട് എന്തിനാ ഉപയോഗിക്കുന്നത്? താപം, വൈദ്യുതി എന്നിവയുടെ ഒരു നല്ല ചാലകമാണ് അല്ലെ എന്ത് എന്ന് പറയുന്നത്? ചെമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വൈദ്യുതോപകരണ വ്യവസായത്തിൽ ഈ ചെമ്പിന് വളരെ പ്രാധാന്യമുണ്ട്. വൈദ്യുതോപകരണ വ്യവസായത്തിൽ ചെമ്പിന് വളരെ പ്രാധാന്യമുണ്ട്. വൈദ്യുതോപകരണ വ്യവസായത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ലോഹധാതുവാണ് ചെമ്പ് എന്ന് പറയുന്നത്. വയറുകൾ, ഇലക്ട്രിക് മോട്ടോറുകൾ, ട്രാൻസ്ഫോമറുകൾ, ജനറേറ്ററുകൾ എന്നിവയുടെ നിർമ്മാണത്തിന് നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്? ചെമ്പ് ഉപയോഗിക്കുന്നുണ്ട്. വൈദ്യുത ഉപകരണ വ്യവസായങ്ങളിൽ ചാലകമായി ഉപയോഗിക്കുന്നതും ഈ ചെമ്പ് തന്നെയാണ്. ലോഹസങ്കരങ്ങളുടെ ഉൽപാദനത്തിനും ചെമ്പ് അത്യാവശ്യ ഘടകമാണ്. അതുപോലെ ചെമ്പിനെ അടിച്ചു പരത്താനും വലിച്ചു നീട്ടാനും കൂടി കഴിയുന്ന ഒരു ലോഹമാണ് ചെമ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ചെമ്പ് എന്തിൽ ഉപയോഗിക്കാറുണ്ട്? ആഭരണങ്ങളിലും ഈ ചെമ്പ് ഉപയോഗിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ആഭരണങ്ങൾക്ക് ഉറപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്വർണത്തിൽ ചെമ്പ് കൂട്ടിച്ചേർക്കുന്നത്. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ചെമ്പ് നിക്ഷേപം വളരെ കുറവാണുള്ളത്. ആ ഇന്ത്യയിൽ തന്നെ ചെമ്പ് എവിടെയെല്ലാം കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ജാർഖണ്ഡിലെ സിംഭം ജില്ലയിൽ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മധ്യപ്രദേശിലെ ബാലാഘട്ട് ജില്ല, രാജസ്ഥാനിലെ ജുൻജുനുവും ആൾവാർ ജില്ലയിലുമെല്ലാം നമ്മൾ ഈ ചെമ്പ് നിക്ഷേപങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പ് ഖനി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗേത്രിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പ് ഖനി ഏതാണ്? അത് ഗേത്രിയാണ്. ആന്ധ്രാപ്രദേശിലെ അഗ്നികുണ്ഡല, കർണാടകത്തിലെ ചിത്രദുർഗ, ഹസൻ എന്നീ ജില്ലകൾ, അതുപോലെ തമിഴ്നാട്ടിലെ ദക്ഷിണ ആർക്കോട് ജില്ല എന്നിവിടയിലും ചെറിയ തോതിൽ എന്തുണ്ട്? ചെമ്പ് നിക്ഷേപങ്ങൾ ഉണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ചിലിയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചിലിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പ് ഖനി എവിടെയാണുള്ളത്? രാജസ്ഥാനിലെ ഗേത്രിയിലാണുള്ളത്. അപ്പോൾ നമുക്ക് നമുക്ക് പ്രധാന സംസ്ഥാനങ്ങളും ചെമ്പ് നിക്ഷേപണ കേന്ദ്രങ്ങളും നോക്കാം. ജാർഖണ്ഡിലെ സിംഭം ജില്ല പറഞ്ഞു. അതുപോലെ രാജസ്ഥാനിലെ ജുൻജുൻ, ആൾവാർ ജില്ലകൾ, അതുപോലെ ഗേത്രി ഖനി പറഞ്ഞു. ഏറ്റവും വലിയ ഖനിയാണ് ഗേത്രി ഖനി എന്ന് പറഞ്ഞു. അതുപോലെ കർണാടകത്തിലെ ചിത്രദുർഗ, ഗുൽബർഗ ജില്ലകൾ, ചിത്രദുർഗ, ഹസൻ ജില്ലകളും വരുന്നു. ചിത്രദുർഗ, ഗുൽബർഗ, ഹസൻ എന്നീ ജില്ലകൾ. അതുപോലെ തന്നെയാണ് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂര്, നെല്ലൂര്, അഗ്നികുണ്ഡല, പിന്നെ എന്താണ് വരുന്നത്? മധ്യപ്രദേശിലെ ബാലാഘട്ട്. ഏതാ വരുന്നത്? ബാലാഘട്ട്. തമിഴ്നാട്ടിലെ ദക്ഷിണാർക്കോട് എന്നിവിടങ്ങളിലൊക്കെയാണ് ചെമ്പ് നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത്. വലിയ രീതിയിലും ചെറിയ രീതിയിലും നമ്മൾ പറഞ്ഞു. നമ്മുടെ ഇന്ത്യയിൽ ചെമ്പ് നിക്ഷേപം ഒരുപാട് കാണപ്പെടുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് അഭ്രത്തെ കുറിച്ച് കൂടി നോക്കാം. വൈദ്യുത ചാലകമായ അഭ്രം എന്തിനു ഉപയോഗിക്കുന്നു? വൈദ്യുതോപകരണ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അഭ്രം എന്തിനാണ് ഉപയോഗിക്കുന്നത്? വൈദ്യുത ഉപകരണ നിർമ്മാണത്തിനാണ് അഭ്രം ഉപയോഗിക്കുന്നത്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അഭ്രത്തിന്റെ 60% നമ്മുടെ ഇന്ത്യയുടെ സംഭാവന തന്നെയാണ്. ഇന്ത്യയിൽ അഭ്രം ഉൽപ്പാദിപ്പിക്കുന്ന 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ജാർഖണ്ഡാണ്. അപ്പോൾ നമ്മൾ ധാതുക്കളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സംസ്ഥാനം ഏതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ജാർഖണ്ഡ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അഭ്രം ഉൽപാദനത്തിൽ അല്ലെങ്കിൽ അഭ്രം ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡാണ്. ഇനി മറ്റു സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബീഹാർ, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവരാണ്. ബീഹാർ, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവയാണ്. അഭ്രം ഉൽപ്പാദിപ്പിക്കുന്ന എവിടെയൊക്കെയാണ്? ഇലക്ട്രോണിക് വ്യവസായങ്ങളിലാണ് ഈ മൈക്ക അല്ലെങ്കിൽ അഭ്രം പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഈ അഭ്രത്തെ അല്ലെങ്കിൽ ഈ മൈക്കയെ ബലം കൂടിയതും വളയ്ക്കാനാവുന്നതുമായ കനം കുറഞ്ഞ ഷീറ്റുകളാക്കി ഇതിനെ മുറിച്ചെടുക്കാൻ കഴിയും. ലോകത്തെ ഏറ്റവും കൂടുതൽ മൈക്ക ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അഭ്രം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. അപ്പോൾ പ്രധാന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡാണ്. അതുകൂടാതെ ബീഹാർ, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്, മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലും ഈ അഭ്രം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായിട്ട് ഈ അഭ്രം ഉപയോഗിക്കുന്നുണ്ട്. മൈക്ക ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയാണെങ്കിൽ അതുപോലെ പഠിച്ചു വെക്കുക. ജാർഖണ്ഡിൽ ഹസാരിബാഗ് പീഠഭൂമിയിലെ വിശാലമായ പ്രദേശങ്ങളിലാണ് മൈക്ക ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടെ നിർമ്മിക്കപ്പെടുന്ന മൈക്കയ്ക്ക് ഉയർന്ന ഗുണനിലവാരമുണ്ട്. എവിടെ? ജാർഖണ്ഡ് ഹസാരിബാഗ് പീഠഭൂമിയിലെ
പ്രദേശങ്ങളിൽ ഉൽപ്പാദിക്കുന്ന മൈക്കയ്ക്ക് എന്തുണ്ടെന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി ഉണ്ട്. അതുപോലെ ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലാണ് ഏറ്റവും ഗുണനിലവാരമുള്ള മൈക്ക ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് അഭ്രത്തെ കുറിച്ചിട്ട് പറയാനുള്ളത്. അടുത്തത് സ്വർണം. ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് സ്വർണം എന്ന ലോഹം അല്ലെ, ലോഹം. ഈ ലോഹം പ്രധാനമായിട്ട് 2 ഭാഗങ്ങളിൽ മാത്രം ഇന്ത്യയിൽ കാണപ്പെടുന്നു. ഒന്ന് കർണാടകയും ആന്ധ്രാപ്രദേശും. ഏറ്റവും പിന്നെയും കാണപ്പെടുന്നു എന്ന് പറയാവുന്നത് എവിടെയാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് ആകെ കർണാടകയിൽ മാത്രമാണ്. കർണാടകയിലെ കോലാർ സ്വർണ്ണഖനികളിൽ നിന്നാണ് പ്രധാനമായും സ്വർണം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും സ്വർണ്ണഖനനം ലഭിക്കുന്നതും അവിടെ നിന്നാണ്. ഇന്ത്യക്ക് വളരെ തുച്ഛമായ സ്വർണ്ണ നിക്ഷേപം മാത്രമാണുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. അപ്പൊ ഇന്ത്യയിലെ പ്രധാന സ്വർണ്ണഖനികൾ ഏതൊക്കെയാണ്? കോലാർ സ്വർണ്ണഖനി, ഹട്ടി സ്വർണ്ണഖനി, രാംഗിരി സ്വർണ്ണഖനി എന്നിവയാണ്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ സ്വർണ്ണഖനി ആരംഭിക്കുന്നതും ആന്ധ്രാപ്രദേശിലെ കുർണൂർ ജില്ലയിലാണ്. അടുത്തത് ഈയം. മൃദുവും ഭാരമേറിയതുമായ ഒരു ലോഹമാണ് ഈയം, അതായത് ലെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈയം പറഞ്ഞാൽ ലെഡ് ആണ്. മൃദുവും ഭാരമേറിയതുമായ ഒരു ലോഹമാണ് ലെഡ്. ലെഡിന്റെ അയിരാണ് ഗലീന എന്നറിയപ്പെടുന്നു. അപ്പൊ ലെഡിന്റെ അയിര് ഏതാണ്? ഗലീനയാണ്. താപചാലക സ്വഭാവം വളരെ കുറഞ്ഞ ലോഹമാണ് ലെഡ് എന്ന് പറയുന്നത്. പെയിന്റ്, ഗ്ലാസ്, റബ്ബർ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഈ ധാതു ഉപയോഗിക്കുന്നുണ്ട്. രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, ഒഡീസ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായിട്ടും ലെഡ് ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്തത് നമ്മൾ ധാതുക്കളെ കുറിച്ചിട്ടും ഇന്ത്യ വ്യവസായത്തെ കുറിച്ചിട്ടും നമ്മൾ ഒപ്പം പറഞ്ഞുകൊണ്ട് ഉപ്പ്. 4 ഉറവിടങ്ങളിൽ നിന്നാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? ഉപ്പ് ലഭിക്കുന്നത് അല്ലെ. എവിടെ നിന്നൊക്കെയാണ് ഉപ്പ് ലഭിക്കുന്നത് ഇന്ത്യയില്? ഒന്ന് സമുദ്രജലത്തിൽ നിന്ന്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, സമുദ്രജലത്തിൽ നിന്ന്. രണ്ടാമത് ഉപ്പ് തടാകങ്ങളിൽ നിന്ന്. മൂന്നാമത് ഉപ്പ് നീരുറവകളിൽ നിന്ന്. നാലാമത് ഉപ്പ് കിണറുകളും ഉപ്പ് പാറകളിൽ നിന്നുമാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? ഉപ്പ് ലഭിക്കുന്നത്. ഇതാണ് നമുക്ക് ഇന്ത്യക്ക് ഉപ്പ് ലഭിക്കുന്ന 4 ഉറവിടങ്ങൾ എന്ന് പറയുന്നത്. ഇനി കടലുപ്പ് പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, കടലോരമുള്ള സംസ്ഥാനങ്ങളായിരിക്കും അല്ലെ. ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ് കടലുപ്പ് പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ ഗുജറാത്തിലെ റാൺ ഓഫ് കച്ചിൽ ഭൂഗർഭ ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഭൂഗർഭ ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ റാൺ ഓഫ് കച്ചിലാണ്. ഇനി രാജസ്ഥാനിലാണെങ്കിലോ, രാജസ്ഥാനിൽ നമുക്കറിയാം അവിടെ എന്തില്ല? കടലില്ല അല്ലെ. അപ്പൊ രാജസ്ഥാനിലെ പ്രധാന ഉപ്പ് തടാകങ്ങളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ആ ഉപ്പ് തടാകങ്ങൾ ഏതൊക്കെയാണ്? സംബാർ, ദോന, ഫലോഡി, ലോങ്കാരസർ മുതലായവയാണ് രാജസ്ഥാനിലെ പ്രധാന ഉപ്പ് തടാകങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഹിമാചൽ പ്രദേശിലാണെങ്കിലോ, ഹിമാചൽ പ്രദേശിലെ കല്ലുപ്പ് ലഭിക്കുന്ന ഒരു സ്ഥലമാണ് മാണ്ഡി എന്ന് പറയുന്നത്. അതുപോലെ തമിഴ്നാട്ടിലെ രാമേശ്വരം ജില്ലയിലും ഗുജറാത്തിലെ കച്ച് പ്രദേശത്തെയും ഉപ്പളങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ഉപ്പ് ലഭിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് തമിഴ്നാട്ടിലെ രാമേശ്വരം ജില്ലയും ഗുജറാത്തിലെ കച്ച് എന്ന് പറയുന്നതും. ഇതൊക്കെയാണ് നമുക്ക് ഈ പ്രധാനമായിട്ടും ഇവയെ കുറിച്ചിട്ട്, ഉപ്പിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് എന്തെന്ന് പറയുന്നത്? വെള്ളി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയിലെ വെള്ളി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന അത് എവിടെയാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനിലെ ഒരു ഖനിയാണ്. അത് ഏത് ഖനിയാണെന്ന് ചോദിച്ചാൽ സവാർ ഖനിയാണ്. ഉദയ്പൂരിലെ, രാജസ്ഥാനിലെ ഉദയ്പൂരിലെ സവാർ ഖനിയിലാണ് വെള്ളി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മൾ ഈ വെള്ളി എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? വെള്ളി നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ആഭരണ നിർമ്മാണത്തിനും അതുപോലെ പാത്രങ്ങൾ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും വെള്ളി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വേറെ എന്തിനെല്ലാം ഉപയോഗിക്കുന്നുണ്ട്? ഇലക്ട്രോ പ്ലേറ്റിംഗ്, ഫോട്ടോഗ്രാഫി എന്നിവയുടെ ആവശ്യത്തിനും ഈ വെള്ളി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇനി ഇന്ത്യയിലെ പ്രധാന വെള്ളി ഉൽപാദക സംസ്ഥാനങ്ങളാണ് രാജസ്ഥാൻ, ജാർഖണ്ഡ്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവ. രാജസ്ഥാൻ, ജാർഖണ്ഡ്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവ. ഇനി മറ്റൊരു വ്യവസായമാണ് എന്ത് എന്ന് പറയുന്നത്? ചുണ്ണാമ്പ് കല്ല് എന്ന് പറയുന്നത് അല്ലെ. സിമന്റ് വ്യവസായത്തിലെ പ്രധാന അസംസ്കൃത വസ്തുവാണ് ചുണ്ണാമ്പ് എന്ന് പറയുന്നത്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് ചുണ്ണാമ്പ് ഉൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്. 10% മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ചുണ്ണാമ്പ് കല്ലാണ് ഡോളമൈറ്റ് എന്ന് പറയുന്നത്. 10% മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ചുണ്ണാമ്പ് കല്ല് ഏതാണ്? ഡോളമൈറ്റ് ആണ്. ഒഡീഷയിലെ ബിർമിത്രപൂരാണ് ഡോളമൈറ്റ് ഉൽപാദനത്തിന് പ്രസിദ്ധമായ സ്ഥലം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് വ്യവസായങ്ങളെ കുറിച്ചും കൂടി നോക്കാം.
ഗ്ലാസ് വ്യവസായം പ്രധാന കേന്ദ്രങ്ങൾ, നിർമ്മാണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഗ്ലാസ് വ്യവസായത്തിന് പ്രധാന നിർമ്മാണ കേന്ദ്രമാണ് ഫിറോസാബാദ്, മുംബൈ, കല്യാൺ എന്നിവ. ഗ്ലാസ് നിർമ്മാണ കേന്ദ്രത്തിന്റെ പ്രധാന വ്യവസായ കേന്ദ്രമാണ് ഫിറോസാബാദ്, മുംബൈ, കല്യാൺ എന്നിവ. ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു എന്താണ്? സിലിക്ക മണലാണ്. ഏറ്റവും പ്രധാന അസംസ്കൃത വസ്തു ഏതാണ്? സിലിക്ക മണലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് നിർമ്മാണ കേന്ദ്രമാണ് ഫിറോസാബാദ് എന്ന് പറയുന്നത്. അടുത്തത് തുകൽ ഉൽപ്പന്നങ്ങൾ. തുകൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ കേന്ദ്രം പ്രധാനപ്പെട്ട എവിടേക്കാണ്? ആഗ്ര, കാൺപൂർ, മുംബൈ, കൊൽക്കത്ത, ഡൽഹി എന്നിവയൊക്കെയാണ് തുകൽ ഉൽപ്പന്നത്തിന്റെ പ്രധാന നിർമ്മാണ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അതിൽ കാൺപൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ തുകൽ നിർമ്മാണശാല എന്ന് പറയുന്നത്. കാൺപൂരാണ്. ഇനി സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ചെന്നൈയിലാണ്. അടുത്തത് കീടനാശിനി നിർമ്മാണ കേന്ദ്രം എവിടെയാണ്? ഡൽഹി, കൊച്ചി എന്നിവിടങ്ങളിലാണ് ഇന്ത്യയിലെ കീടനാശിനി നിർമ്മാണ കേന്ദ്രങ്ങളുള്ളത്. അതുപോലെ ഔഷധങ്ങൾ ചോദിക്കുകയാണ് പറഞ്ഞാൽ പിംപ്രി, ഋഷികേശ്, അത് ആന്റിബയോട്ടിക് നിർമ്മാണത്തിനാണ്. പിംപ്രി, ഋഷികേശ്, ഹൈദരാബാദ്, ഗുഡ്ഗാവ്, ചെന്നൈ, മുസഫർപൂർ എന്നിവയാണ് ഔഷധ നിർമ്മാണ കേന്ദ്രങ്ങൾ എന്നത് ഔഷധ നിർമ്മാണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ രാസവളം, ഇന്ത്യയിലെ ആദ്യ രാസവള നിർമ്മാണശാല ആരംഭിച്ച സ്ഥലം തമിഴ്നാട്ടിലെ റാണിപ്പേട്ടാണ്. ഇന്ത്യയിലെ പൊതുമേഖലയിലെ ആദ്യ രാസവള നിർമ്മാണ കേന്ദ്രം ഏതാണ്? സിന്ദ്രിയാണ്. ജാർഖണ്ഡിലെ സിന്ദ്രിയാണ്. ഇന്ത്യയിലെ ഏറ്റവും അധികം രാസവളം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്തും ഉപയോഗിക്കുന്ന സംസ്ഥാനം പഞ്ചാബുമാണ്. ഇനി രാസവള നിർമ്മാണ കേന്ദ്രങ്ങൾ എവിടേക്കാണ്? സിന്ദ്രി, നങ്കൽ, ട്രോംബെ, നെയ്വേലി, ഗോരഖ്പൂർ എന്നിവിടെയാണ് പ്രധാന രാസവള നിർമ്മാണ കേന്ദ്രങ്ങൾ ഉള്ളത്. ഇനി സൈക്കിൾ നിർമ്മാണ കേന്ദ്രങ്ങൾ എവിടേക്കാണുള്ളത്? സൈക്കിൾ നിർമ്മാണ കേന്ദ്രങ്ങൾ മുംബൈ, ജലന്ധർ, ലുധിയാന, ഡൽഹി എന്നിവിടങ്ങളിലാണ് പ്രധാന സൈക്കിൾ നിർമ്മാണ കേന്ദ്രങ്ങൾ ഉള്ളത്. ഇനി കാർ നിർമ്മാണ കേന്ദ്രങ്ങൾ എവിടേക്കാണുള്ളത്? കൊൽക്കത്ത, മുംബൈ, ഗുഡ്ഗാവ്, നോയിഡ എന്നിവിടങ്ങളിലാണ് പ്രധാന കാർ നിർമ്മാണ കേന്ദ്രങ്ങൾ ഉള്ളത്. മോട്ടോർ സൈക്കിൾ നിർമ്മാണ കേന്ദ്രങ്ങൾ എവിടേക്കുള്ളത്? പൂനെ, മുംബൈ, ഫരീദാബാദ്, ചെന്നൈ, ലുധിയാന എന്നിവിടങ്ങളിലാണ്. മെഷീൻ ടൂൾസ് ചോദിക്കുകയാണ് പറഞ്ഞാൽ ബാംഗ്ലൂര്, പിഞ്ചൗ, ഹൈദരാബാദ്, കളമശ്ശേരി എന്നിവിടങ്ങളിലാണ് മെഷീൻ ടൂൾസ് നിർമ്മാണ കേന്ദ്രങ്ങളുള്ളത്. ഹെവി മെഷീൻ നിർമ്മാണ കേന്ദ്രങ്ങൾ എവിടേക്കാണ്? റാഞ്ചി, വിശാഖപട്ടണം, ദുർഗാപൂർ എന്നിവിടങ്ങളിലാണ്. അപ്പോൾ അതുപോലെ നമ്മൾ അലുമിനിയം വ്യവസായം ഓൾറെഡി പറഞ്ഞു. ബലഗാവി, ഹീരാകുഡ്, മേട്ടൂർ, കോരാപ്പൂട്ട് എന്നിവിടങ്ങളിലാണ് പ്രധാന അലുമിനിയം വ്യവസായ കേന്ദ്രങ്ങൾ ഉള്ളത്. നമുക്ക് ഇന്ത്യയുടെ ഊർജ വിഭവങ്ങളെ കുറിച്ച് കൂടി നോക്കാനുണ്ട്. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങളൊക്കെയാണ് പരമ്പരാഗത ഊർജ വിഭവങ്ങൾ എന്ന് പറയുന്നത്. അല്ലെ, അത് പരമ്പരാഗതമായിട്ടുള്ളതാണ്. ഉപയോഗിച്ച് പറഞ്ഞാൽ തീർന്നു പോകുന്നതിനെയാണ് നമ്മൾ പരമ്പരാഗത ഊർജ വിഭവങ്ങൾ എന്ന് നമ്മൾ നേരത്തെ കാലത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് കൽക്കരിയെ കുറിച്ചിട്ട് നോക്കാം. ഇന്ത്യയിലെ പ്രധാന ഊർജ്ജ സ്രോതസ്സാണ് കൽക്കരി എന്ന് പറയുന്നത്. രാജ്യത്തിന് ആവശ്യമായ ഊർജ്ജത്തിന്റെ പകുതിയോളം നമ്മൾ ഉപയോഗിക്കുന്ന എവിടെ നിന്നാണ്? കൽക്കരിയിൽ നിന്നാണ്. അല്ലെ, ഇരുമ്പുരുക്ക് വ്യവസായത്തിനാണ് കൽക്കരി പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കൽക്കരി എങ്ങനെയാണ് അറിയപ്പെടുന്നത്? കറുത്ത വജ്രം എന്നറിയപ്പെടുന്നത് എന്താണ്? കൽക്കരിയാണ്. ഇനി ഈ കൽക്കരിയെ തന്നെ അതിൽ അടങ്ങിയിട്ടുള്ള കാർബണിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ പല രൂപങ്ങളായിട്ടും തരംതിരിക്കാറുണ്ട്. ഇനി കൽക്കരിയുടെ ഏറ്റവും താഴ്ന്ന രൂപം ഏതാണ്? കൽക്കരിയുടെ ഏറ്റവും താഴ്ന്ന രൂപമാണ് ലിഗ്നറ്റൈറ്റ് എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെ നെയ്വേലിയാണ് ഇന്ത്യയിലെ ലിഗ്നറ്റൈറ്റ് നിക്ഷേപത്തിന്റെ 90% കാണപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും താഴ്ന്ന രൂപമാണ് കൽക്കരിയുടെ ലിഗ്നറ്റൈറ്റ് എന്ന് പറയുന്നത്. അതിൽ 90%, ഇന്ത്യയിലെ 90% കാണപ്പെടുന്നത് തമിഴ്നാട്ടിലെ നെയ്വേലിയിലാണ്. ഇനി രാജസ്ഥാനിലെ പാലാന, ഗുജറാത്തിലെ കച്ച്, തിരുവനന്തപുരത്തെ വർക്കല, കൊല്ലത്തിലെ പരവൂർ എന്നിവ ഇതുപോലെ ലിഗ്നൈറ്റ് നിക്ഷേപമുള്ള മറ്റ് ചില സ്ഥലങ്ങൾ തന്നെയാണ്. ഒരു പൊതുമേഖലാ സ്ഥാപനമായ നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ 1960-61 നിലവിൽ വന്നത്. അപ്പോൾ നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. 1960-61 വന്നു. കൽക്കരിയുടെ ഏറ്റവും താഴ്ന്ന രൂപമായ ഈ ലിഗ്നറ്റൈറ്റ് ഇന്ത്യയിൽ കാണുന്ന 90% കാണപ്പെടുന്നത് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞത്? ഈ നെയ്വേലിയിലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതൊന്ന് ഓർത്തു വെക്കുക. രാസവള വ്യവസായത്തിനും താപോർജ ഉൽപാദനത്തിനും ലിഗ്നറ്റൈറ്റ് ഉപയോഗിക്കുന്നു. കൽക്കരിയുടെ പരിണാമഘട്ടത്തിന്റെ ആദ്യ പടിയാണ് പീറ്റ് എന്ന് പറയുന്നത്. പരിണാമഘട്ടത്തിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് എന്താണ്? അത് പീറ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനധാതുവാണ് കൽക്കരി എന്ന് പറയുന്നത്, അതായത് കോള്. ഇന്ത്യയിലെ മുഖ്യ താപോർജ സ്രോതസ് എന്ന് പറയുന്നത് ഈ കോള് തന്നെയാണ്. ഇത്തരം നമ്മുടെ താപനിലയങ്ങളിലൊക്കെ കൽക്കരി കത്തിച്ച് കിട്ടുന്ന ചൂട് കൊണ്ടാണ് വെള്ളം തിളപ്പിച്ച് ഉന്നത മർദ്ദത്തിലുള്ള ആവിയാക്കുന്നത്. ആ ആവി കൊണ്ട് എഞ്ചിൻ പ്രവർത്തിപ്പിച്ച് ഡൈനാമോ പ്രവർത്തിപ്പിച്ചിട്ടൊക്കെയാണ്
എന്തുണ്ടാക്കുന്നത്? വൈദ്യുതി ഉണ്ടാക്കുന്നത്. ഇനി ലോകത്തെ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് ചൈനയാണ്. നമ്മുടെ ഇന്ത്യക്കുള്ളത് 2ാം സ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ആണ്. ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ് ആണ്. നമ്മൾ പറഞ്ഞു കാർബണിന്റെ അളവനുസരിച്ച് കൽക്കരിയെ 4 ഇനങ്ങളായി തരംതിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. ആന്ത്രസൈറ്റ്, ബിറ്റുമിനസ്, ലിഗ്നറ്റൈറ്റ്, പീറ്റ് എന്നിവയാണ് അല്ലെ. ആന്ത്രസൈറ്റ്, ബിറ്റുമിനസ്, ലിഗ്നറ്റൈറ്റ്, പീറ്റ് എന്നിവയാണ്. കൽക്കരിയുടെ താഴ്ന്ന രൂപം ഏതാണെന്ന് നമ്മൾ പറഞ്ഞാൽ ലിഗ്നൈറ്റ് ആണെന്ന് പറഞ്ഞു. കൽക്കരിയുടെ പരിണാമത്തിലെ ആദ്യപടി ഏതാണെന്നാണ് നമ്മൾ പറഞ്ഞത്? പീറ്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. ആന്ത്രസൈറ്റ് എന്നറിയപ്പെടുന്നത് ഹാർഡ് കോൾ എന്നാണ് അറിയപ്പെടുന്നത്. കടുപ്പമേറിയതും കറുത്ത നിറത്തിലും കാണപ്പെടുന്ന കൽക്കരി ഇനമാണ് ആന്ത്രസൈറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും ഗുണമേന്മ കൂടിയ കാർബണിന്റെ അളവ് കൂടിയതുമായ കൽക്കരി ഇനമാണ് ഈ ആന്ത്രസൈറ്റ് എന്ന് പറയുന്നത്. ഇനി ബിറ്റുമിനസോ, ലോകത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന കൽക്കരി ഇനമാണ് ബിറ്റുമിനസ് എന്ന് പറയുന്നത്. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ 80% ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരി ഇനമാണ്. ഗുണനിലവാരത്തിൽ അപ്പോൾ എത്രാം സ്ഥാനമാണുള്ളത്? 2ാം സ്ഥാനം. ഇനി നമ്മൾ ലിഗ്നറ്റൈറ്റ് പറഞ്ഞു. തവിട്ട് കൽക്കരി അഥവാ ബ്രൗൺ കൽക്കരി എന്നറിയപ്പെടുന്നു. ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി ഇനമാണിത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലിഗ്നറ്റൈറ്റ് കാണപ്പെടുന്ന എവിടെയെന്ന് നമ്മൾ പറഞ്ഞു? തമിഴ്നാട്ടിലെ നെയ്വേലിയിലാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാണ്? ധൻബാദ് ആണ്. കേരളത്തിൽ കാണപ്പെടുന്ന കൽക്കരി ഇനം ഏതൊക്കെയാണ്? ലിഗ്നറ്റൈറ്റ് ആണ്. കേരളത്തിൽ കാണപ്പെടുന്ന കൽക്കരി ഇനം ഏതാണ്? ലിഗ്നറ്റൈറ്റ് ആണ്. അതുപോലെ തമിഴ്നാട് നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നു, കേരളവും കാണപ്പെടുന്നു. കൂടാതെ പോണ്ടിച്ചേരിയിലും ഗുജറാത്ത് തീരപ്രദേശങ്ങളിലും ജമ്മു കാശ്മീരിലും എന്ത് കാണപ്പെടുന്നുണ്ട്? ലിഗ്നൈറ്റ് കാണപ്പെടുന്നുണ്ട്. ഇനി പീറ്റ്, കൽക്കരി രൂപം കൊള്ളുന്നതിന്റെ ആദ്യഘട്ടമാണ് എന്ത് എന്ന് പറഞ്ഞു? നമ്മള് പീറ്റ് എന്ന് പറഞ്ഞു അല്ലെ. ഏറ്റവും ഗുണനിലവാരം കുറഞ്ഞ കൽക്കരി ഇനമാണ് ഈ പീറ്റ് എന്ന് പറയുന്നത്. 50% താഴെ കാർബൺ മാത്രമാണ് അതിൽ കാണപ്പെടുന്നുള്ളൂ. ചതുപ്പുകൾ, തീരപ്രദേശങ്ങൾ എന്നിവയോട് ചേർന്ന് കൂടുതലായി കാണപ്പെടുന്ന കൽക്കരി ഇനമാണ് പീറ്റ് എന്ന് പറയുന്നത്. അടുത്തത് പെട്രോളിയം. ധാതു എണ്ണ എന്ന പേരിൽ അറിയപ്പെടുന്ന പെട്രോളിയം അവസാദ ശിലകളിൽ നിന്നാണ് ഖനനം ചെയ്യുന്നത്. ഇന്ത്യയിൽ പെട്രോളിയം ഖനനം ശുദ്ധീകരണം ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? അസമിലാണ്. 1974 ബോംബെ ഹൈയിൽ വൻതോതിൽ പെട്രോളിയം ഖനനം ആരംഭിച്ചത്. 1974 ബോംബെ ഹൈയിലാണ് ഇന്ത്യയിൽ വൻതോതിൽ പെട്രോളിയം ഖനനം ആരംഭിച്ചത്. 1956 കേന്ദ്ര സർക്കാർ എണ്ണ പ്രകൃതിവാതക കമ്മീഷന് രൂപം കൊടുത്തത്. ശുദ്ധി ചെയ്യപ്പെടാത്ത പെട്രോളിയം ശുദ്ധീകരിക്കാൻ വേണ്ടി ധാരാളം എണ്ണ ശുദ്ധീകരണശാലകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ദിഗ്ബോയ്, ട്രോംബെ, ബറൗനി, ഹൽദിയ, മദ്രാസ്, മധുര, വിശാഖപട്ടണം, കൊച്ചി മുതലായവ ഇന്ത്യയിലെ പ്രധാന എണ്ണ ശുദ്ധീകരണശാലകളാണ്. ദ്രവീഭവിച്ച പെട്രോളിയം ഗ്യാസ് സാധാരണമായി പാചകവാതകം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ദ്രാവക സ്വർണം എന്ന പേരിൽ അറിയപ്പെടുന്ന ധാതു എണ്ണയാണ് പെട്രോളിയം. റോഡ്, റെയിൽ, വ്യോമഗതാഗത മേഖലകളിലെ മുഖ്യ ഊർജ്ജ സ്രോതസ് എന്താണ്? പെട്രോളിയം ആണ് അല്ലെ. പെട്രോൾ, ഡീസൽ തുടങ്ങിയവ ഇന്ധനങ്ങൾ കൂടാതെ രാസവളം, കൃത്രിമ റബ്ബർ, കൃത്രിമ നാരുകൾ, വാസ്ലിൻ, മെഴുക്, സോപ്പ് നിർമ്മാണം തുടങ്ങിയവ നിർമ്മിക്കുന്ന പെട്രോ കെമിക്കൽ വ്യവസായത്തിലെ പെട്രോളിയത്തിന്റെ ഉപോൽപ്പന്നങ്ങളും നമ്മൾ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. അവസാദ ശിലകളിലാണ് എന്ത് കാണപ്പെടുന്നത്? പെട്രോളിയം കാണപ്പെടുന്നത്. എവിടെയാണ്? അവസാദ ശിലകളിലാണ് പെട്രോളിയം കാണപ്പെടുന്നത്. ആസാമിലെ ദിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. 1956 എണ്ണ പ്രകൃതിവാതക കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടതോടെയാണ് ഇന്ത്യയിൽ ചിട്ടയാർന്ന എണ്ണ പര്യവേഷണം ഉൽപാദനവും ആരംഭിച്ചത്. ദിഗ്ബോയ് എണ്ണപ്പാടം കമ്മീഷൻ ചെയ്തത് 1901 ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മദ്രാസിലെ മുംബൈ ഹൈയിലാണ്. നിലവിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത് മുംബൈ ഹൈ തന്നെയാണ്. ആസാമിലെ പ്രധാന എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളാണ് ദിഗ്ബോയ്, നഹർ, കാത്തിയ, മൊറാൻ എന്നിവ. ഗുജറാത്തിലെ പ്രധാന എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളാണ് അങ്കലേശ്വർ, കലോള്, മെഹ്സന, നവാഗം, ലൂനേജ് എന്നിവ. പ്രകൃതിവാതകം. ഇന്ത്യയിലെ പ്രകൃതിവാതക നിക്ഷേപത്തിന്റെ അളവ് ഏകദേശം 7 ലക്ഷം കോടി ക്യൂബിക് മീറ്റർ ആണ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ആസം, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ തുടങ്ങിയ ഇടങ്ങളിലാണ് പ്രകൃതിവാതകങ്ങൾ ഏറ്റവും വലിയ നിക്ഷേപം കാണപ്പെടുന്നത്. കൃഷ്ണ, ഗോദാവരി നദീതടങ്ങളിൽ വൻതോതിലുള്ള പ്രകൃതി വാതക നിക്ഷേപങ്ങൾ ഉണ്ട്. പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് എന്ത് എന്ന് പറയുന്നത്? പ്രകൃതി വാതകം എന്ന് പറയുന്നുണ്ട്. എല്ലാ എണ്ണപ്പാടങ്ങളിൽ നിന്നും എണ്ണയോടൊപ്പം പ്രകൃതി വാതകവും ലഭിക്കുന്നുണ്ട്.
അവയുടെ തനിച്ചുള്ള നിക്ഷേപങ്ങളും ഇന്ത്യയിൽ കാണപ്പെടാറുണ്ട്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് പോലെയുള്ള പ്രദേശങ്ങളിൽ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ മാത്രമായി കാണപ്പെടുന്നുണ്ട്. അപ്പൊ പ്രകൃതിവാതകം പ്രധാനമായിട്ടും കിട്ടുന്ന എവിടെ നിന്നാണ്? പെട്രോളിയം ഖനനത്തോടൊപ്പമാണ് ഈ പ്രകൃതിവാതകവും ലഭിക്കുന്നത്. പ്രകൃതിവാതകത്തിന്റെ ഗതാഗതത്തിനും വിപണനത്തിനുമുള്ള ഒരു പൊതുമേഖലാ സംരംഭമായ ദ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിതമായത് എപ്പോഴാണ്? 1984 ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക മേഖലയാണ് ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ഗോദാവരി തടം എന്ന് പറയുന്നത്. ഏറ്റവും അധികം പ്രകൃതിവാതക നിക്ഷേപമുള്ള ഇന്ത്യൻ പ്രദേശങ്ങളാണ് ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, അസം, ആൻഡമാൻ നിക്കോബാർ തുടങ്ങിയവ. അടുത്തത് വൈദ്യുതോർജം. പ്രധാനമായും നമ്മൾ 3 തരത്തിലാണ് വൈദ്യുത ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. 1 താപവൈദ്യുതി, 2 ജലവൈദ്യുതി, 3 ആണവ വൈദ്യുതി. എങ്ങനെ? താപവൈദ്യുതി എങ്ങനെയൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൽക്കരി ഉൽപ്പാദിപ്പിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് അതിന് നീരാവി കൊണ്ട് ഡൈനാമോ കറക്കിയിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞു? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ താപവൈദ്യുതി കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം മുതലായവ ഉപയോഗിച്ച് താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട താപവൈദ്യുതി നിലയങ്ങൾ ഏതൊക്കെയാണ്? കോർബ, താൽച്ചർ, നെയ്വേലി, കോതംകുളം മുതലായവയാണ്. ഇനി പ്രധാനമായിട്ടും ഈ താപവൈദ്യുതിയെ ആശ്രയിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആസാം, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, തമിഴ്നാട് മുതലായ സംസ്ഥാനങ്ങൾ താപവൈദ്യുതിയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ഇന്ത്യയിലെ മൊത്തം വൈദ്യുതി ഉൽപാദനത്തിന്റെ 70% ഈ താപവൈദ്യുതിയിൽ നിന്നാണ്. രണ്ടാമത് ജലവൈദ്യുതി. 1897 ഡാർജിലിംഗിൽ ഒരു വൈദ്യുത നിലയം സ്ഥാപിച്ചതോടെയാണ് ഇന്ത്യയിൽ ജലവൈദ്യുതി ഉൽപാദനം ആരംഭിച്ചത്. 1902 ഇന്ത്യയിൽ ശരിയായ രീതിയിലുള്ള ജലവൈദ്യുതി ഉൽപാദനം ആരംഭിച്ചത്. ഇത് സാധ്യമാക്കിയത് കാവേരി നദിയിലെ ശിവസമുദ്രം വെള്ളച്ചാട്ടത്തിന്റെ വൈദ്യുത നിലയം സ്ഥാപിച്ചുകൊണ്ടായിരുന്നു. ഇനി ഇന്ത്യയിൽ മൊത്തം വൈദ്യുത ഉൽപാദനത്തിന്റെ 25% ജലവൈദ്യുതിയിൽ നിന്നാണ്. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷമാണ് ബക്രാനങ്കൽ, ദാമോദർ, ഹിരാകുഡ് തുടങ്ങിയ ബഹുമുഖ പദ്ധതികൾ ആരംഭിച്ചത്. വൈദ്യുതി ഉൽപാദനത്തിന് മാത്രമായി നീക്കിവെച്ചിട്ടുള്ള നദീതട പദ്ധതികളാണ് റിഹന്ദ് പ്രോജക്റ്റ്. റിഹന്ദ് നദിയിലെ റിഹന്ദ് പ്രോജക്റ്റ് ഉത്തർപ്രദേശിലെ, അതുപോലെ മഹാരാഷ്ട്രയിലെ കൊയ്നി നദിയിലെ കൊയ്ന പ്രോജക്റ്റ്, കർണാടകയിലെ ശരാവതി നദിയിലെ ശരാവതി പ്രോജക്റ്റ് തുടങ്ങിയവ. അതുപോലെ കേരളത്തിലെ പമ്പ, കക്കി നദികളിലെ ശബരിഗിരി പ്രോജക്റ്റ്, കേരളത്തിലെ പെരിയാർ ചെറുതോണി നദിയിലെ ഇടുക്കി പ്രോജക്റ്റ് എന്നിവ, കാളി നദി പ്രോജക്റ്റ്, കുന്ദ പ്രോജക്റ്റ്, ബാലിമേല പ്രോജക്റ്റ്, സലാർ, ഹൈഡൽ പ്രോജക്റ്റ് മുതലായവ ഇന്ത്യയിലെ മറ്റു ചില ജലവൈദ്യുത പദ്ധതികളാണ്. കേരള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി ജലവൈദ്യുത പദ്ധതികളാണ് ഏറെയും ആശ്രയിക്കുന്നത്. അവസാനത്തെ ആണവ വൈദ്യുതി. യുറേനിയം, തോറിയം മുതലായ ധാതുക്കളിൽ നിന്നാണ് ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ജാർഖണ്ഡ്, രാജസ്ഥാനിലെ ആരവല്ലി മലനിരകൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ഇവ ഖനനം ചെയ്യുന്നുണ്ട്. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മോണോസൈറ്റ് അടങ്ങിയ മണലിൽ നിന്ന് യുറേനിയം വേർതിരിക്കുന്നു. ലോകത്തിലെ തോറിയം നിക്ഷേപത്തിന്റെ 50% ഇന്ത്യയിലാണ് കാണപ്പെടുന്നത്. ഇത് വെറുതെ എന്തുകൊണ്ട് വായിച്ചിട്ട് പോയത് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ SCRT ചാപ്റ്റേഴ്സിലെ ഊർജം, ഉൽപാദനം എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ ഈ താപവൈദ്യുതി, ജലവൈദ്യുതി, ആണവ വൈദ്യുതിയെ കുറിച്ച് വ്യക്തമായ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് സിമ്പിളായി പറഞ്ഞിട്ട് പോയത്. ഓൾറെഡി നമ്മൾ SCRT ചാപ്റ്റേഴ്സ് തന്നെ പലതും എടുക്കുമ്പോൾ വീണ്ടും ടോപ്പിക്കുകൾ കയറി വരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്ക് ബേസ് എടുക്കുമ്പോൾ തന്നെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ വീണ്ടും അതിനെക്കുറിച്ച് കുറച്ച് ഭാഗങ്ങൾ വരാറുണ്ട്. ഇങ്ങനെ വ്യവസായങ്ങളെ കുറിച്ച് എടുത്തപ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ ഈ ഊർജ ഉൽപാദനത്തിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ SCRT ചാപ്റ്റേഴ്സ് എടുത്തിട്ടുള്ളതാണ്. എങ്കിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയതാണ്, ഒരു റിവിഷൻ പോലെ ആവും പറഞ്ഞാണ് വീണ്ടും അത് എടുത്തത്. ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണ് പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.